നമസ്കാരം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ യു.ഡി.എഫ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ എടുത്തു പറയത്തക്ക ചില പ്രത്യേകതകളുമുണ്ട്. മന്ത്രിസഭയിൽ പലരും പുതുമുഖങ്ങളാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിയാകാതെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ്. എന്നാൽ മികച്ച സാമാജികനും 5 വർഷം മികച്ച പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം. 21 അംഗ മന്ത്രിസഭയിൽ 14 പേരും ഇതാദ്യമായിട്ടാണ് മന്ത്രിമാരാകുന്നത്. ഇതിൽ തന്നെ 6 പേർ ആദ്യമായി MLA ആകുന്നവരാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൂടാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M. ലിജു, റോജി M. ജോൺ, OJ ജനീഷ്, T. സിദ്ദിഖ്, KA തുളസി എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള പുതുമുഖ മന്ത്രിമാർ. ബിന്ദു കൃഷ്ണ, M. ലിജു, OJ ജനീഷ്, KA തുളസി എന്നിവരാണ് കോൺഗ്രസിൽ നിന്ന് MLA ആയിട്ടുള്ള ആദ്യ ഊഴത്തിൽ തന്നെ മന്ത്രിയായവർ. 11 കോൺഗ്രസ് മന്ത്രിമാരിൽ രമേശ് ചെന്നിത്തല, AP അനിൽകുമാർ, K. മുരളീധരൻ എന്നിവരാണ് നേരത്തെ മന്ത്രിമാരായിരുന്നത്. K. മുരളീധരൻ 6 മാസം മാത്രമേ മന്ത്രിയായിട്ടുള്ളൂ. മുസ്ലിം ലീഗിലെ 5-ൽ 4 പേരും പുതുമുഖങ്ങളാണ്. PK ബഷീർ, KM ഷാജി, N. ഷംസുദ്ദീൻ, V. അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗിൽ നിന്ന് ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി മുൻപ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് മന്ത്രിസഭയിലെ സീനിയേഴ്സ്. K. മുരളീധരൻ, AP അനിൽകുമാർ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവർ നേരത്തെ മന്ത്രിമാരായിരുന്നവരാണ്. അതേസമയം CP ജോണും ആദ്യമായി MLA ആകുകയും തുടർന്ന് ആദ്യമായി മന്ത്രിയാകുന്ന വ്യക്തിയാണ്. മന്ത്രിയായി കൂടുതൽ അനുഭവ സമ്പത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയാണ്. 3 തവണയാണ് അദ്ദേഹം മന്ത്രിയായിട്ടുള്ളത്. മന്ത്രിയായതിൽ ഏറ്റവും കുറവ് പരിചയസമ്പത്തുള്ളത് K. മുരളീധരനാണ്. മന്ത്രിമാരിൽ പ്രായത്തിലും മുന്നിലുള്ളത് കുഞ്ഞാലിക്കുട്ടി തന്നെ. 74 വയസ്സാണ് അദ്ദേഹത്തിന്. രണ്ടാമത് 73-കാരനായ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. ഏറ്റവും പ്രായം കുറഞ്ഞയാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷാണ്. 37 വയസ്സാണ് ജനീഷിന്റെ പ്രായം. സ്പീക്കറാകുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിരവധി തവണ മന്ത്രിയായി പരിചയമുണ്ട്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറാകുന്ന ഷാനിമോൾ ഉസ്മാൻ ഇതാദ്യമായിട്ടാണ് ക്യാബിനറ്റ് പദവിയിൽ വരുന്നത്. KO ആയിഷബായിക്കും A. നസീബത്ത് ബീവിക്കും ഭാർഗവി തങ്കപ്പനും ശേഷം ഈ പദവിയിലെത്തുന്ന വനിതയാണ് ഷാനിമോൾ. UDF മന്ത്രിസഭയിൽ സമീപകാലത്ത് ഏറ്റവും പുതുമുഖങ്ങളുള്ള മന്ത്രിസഭയാണ് ഇത്തവണത്തേത്. മുസ്ലിം ലീഗിലെ പാറക്കൽ അബ്ദുള്ള, പാലായിൽ നിന്നുള്ള MLA മാണി സി കാപ്പൻ എന്നിവർ ടൈം വ്യവസ്ഥയിൽ പിന്നീട് മന്ത്രിമാരായേക്കും. ഇവരും മന്ത്രിസ്ഥാനത്ത് പുതുമുഖങ്ങളാണെന്ന പ്രത്യേകതയുമുണ്ട്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ 16 പേർ പുതുമുഖങ്ങളായിരുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മറ്റ് 20 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി രണ്ടാമതും രമേശ് ചെന്നിത്തല മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തു. സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N. ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, M. ലിജു, KM ഷാജി, PK ബഷീർ, V. അബ്ദുൽ ഗഫൂർ, T. സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. K. മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും CP ജോണും സഗൗരവും മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞാണ് V.D. സതീശൻ സത്യവാചകം ചൊല്ലി തുടങ്ങിയത്. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. വൻ ഘരഘോഷത്തോടെയാണ് സതീശന്റെ സ്ഥാനാരോഹണം സദസ്സ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത V.D. സതീശനെ ഗവർണർ പൂച്ചെണ്ട് നൽകിയും അനുമോദിച്ചു. മന്ത്രിമാരുടെ ഔദ്യോഗിക ഓഫീസുകൾ സംബന്ധിച്ച ക്രമീകരണങ്ങളും സെക്രട്ടേറിയറ്റിൽ പൂർത്തിയായി. മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ഒരേ നിലയിലായിരിക്കും പ്രവർത്തിക്കുക. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന്റെ 3-ാം നിലയിലാണ് മുഖ്യമന്ത്രിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസുകളും ക്രമീകരിച്ചിരിക്കുന്നത്.